ഹായ് ഹലോ, ഇത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. എൻ്റെ മോള് വിച്ചൂസും അബുദാബിക്ക് പോവുകയാണ്. ആദ്യം ചിരിച്ചുകൊണ്ടൊക്കെ യാത്ര അയച്ചു, പക്ഷേ അവസാനം സെൻറ്റി ആയിപ്പോയി. എല്ലാം കൈവിട്ടു പോയി ഗൈസ്, കൈവിട്ടു പോയി. പക്ഷെ ഞാൻ എന്നെ കുറ്റം പറയത്തില്ല. അമ്മമാരെല്ലാം അങ്ങനെയാണ് അല്ലേ? അമ്മമാരെല്ലാം അങ്ങനെയല്ലേ? മക്കളെ പിരിയുമ്പോൾ വിഷമമല്ലേ? അപ്പം എനിക്ക് വിഷമമാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു വേളയിൽ എനിക്കെല്ലാ സിംഗിൾ പാരൻറ്റിനോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കുക. എങ്കിലും നമുക്ക് വേണ്ടിയിട്ടൊരു സ്പേസ്, നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ജീവിക്കുക, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ജീവിക്കുക. ഇല്ലെങ്കിൽ ലാസ്റ്റ് ടൈം നമ്മളെ മക്കളെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ വളർത്തി വലുതാക്കുന്ന മക്കൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടെ ഒപ്പം ഇരിക്കണം, നമ്മളെ സ്നേഹിക്കണം, അങ്ങനെയൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അവർ വളർന്ന് വലുതായി വരുമ്പം അവരുടെ ലൈഫിലേക്ക് അവരിറങ്ങിപ്പോവും. അങ്ങനെ പോകുമ്പം നമ്മളവിടെ ഒറ്റപ്പെട്ടു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തെന്നറിയോ? അയ്യോ വേണ്ടായിരുന്നു, നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ലൈഫ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കളഞ്ഞിട്ട് ലാസ്റ്റ് ടൈം വന്നപ്പം അവർ നമ്മളെ മാറ്റി നിർത്തി എന്നൊന്ന് ചിന്തിക്കാനൊരിട വരും. അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ, പക്ഷേ ചിലർക്കൊക്കെ അങ്ങനെ ഒരിട വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ തിരിച്ച് അപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ലൈഫ് മൊത്തവും പോയി. അപ്പം ആ ഒരു ലാസ്റ്റ് ടൈം വരെ അത് കൊണ്ടെത്തിക്കാതെ നമ്മൾ നമുക്ക് വേണ്ടിയും കൂടി ജീവിക്കുക. അപ്പം നമുക്ക് ആ ഒരു സങ്കടം വരാതിരിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഈ എയർപോർട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സംഭവം സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. ഗാർഡനിങ്ങും പിന്നെ ലൈറ്റിങ്ങും പിന്നെ എല്ലാം കൊണ്ടും ആകെ അടിപൊളിയാണ്. പിന്നെ എന്ന് പറയുന്നത് വെച്ചാൽ ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് കേട്ടോ. എത്ര ഏക്കറുണ്ടെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അത്രയ്ക്കും സ്ഥലമുണ്ട്. പിന്നെ എല്ലാം ഇരുവശത്തുമായിട്ട് നല്ല ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗാർഡനിങ്ങുകളാണ്. പിന്നെ അകത്തുള്ള ഒരു സംഭവങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കും നല്ല കൊട്ടാരത്തിലൊക്കെ ചെന്ന് വിടും പോലെയൊക്കെ ഉള്ള അവസ്ഥയാണ് കേട്ടോ. സംഭവം കിടുക്കാച്ചി എയർപോർട്ടാണ്, നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടൊന്നുമല്ല. പിന്നെ ഞങ്ങൾക്ക് നാട്ടിലോട്ട് ട്രെയിനൊന്നും പകലില്ല, രാത്രിയിലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇനി വേറെ ഏതെങ്കിലും ട്രെയിൻ പിടിച്ച് കയറി ഇറങ്ങിയൊക്കെ നാട്ടിലേക്ക് എത്തേണ്ടി വരും. അങ്ങനെ കണ്ടിന്യൂസ് ഒരു ട്രാവലിംഗ് ആയിരുന്നു കേട്ടോ, പ്രതീക്ഷിക്കാതെ. അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിലാണ്, ഭയങ്കര ടയേർഡായിട്ടിരിക്കുമായിരുന്നു. പിന്നെ അവരങ്ങ് ചെന്നോ ഇല്ലയോ എന്ന് നോക്കാമല്ലോ, എയർപോർട്ടിൽ എന്ത് സംഭവിച്ചോന്ന് അറിയത്തില്ല, പിക്ചേഴ്സല്ലേ ആൾ. അപ്പോൾ അത് എയർപോർട്ടിൽ ഹാപ്പി ആയിരുന്നു, വെള്ളച്ചാട്ടമൊക്കെ കണ്ടു, നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ടിരുന്നു. അങ്ങനെ പിന്നെ ശേഷം അബുദാബിയിലെ കാഴ്ച, അങ്ങനെ അവൻ്റെ വാപ്പിയെ കണ്ടു, അവൻ ഹാപ്പിയാണ്, അപ്പം ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.